അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ, ആ ചക്കക്കുരു വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി സാധനമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചക്കക്കുരു വേകാനായിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അതെ, വേവിച്ചെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സമയം ഒരുപാട് കളയട്ടല്ലോ എന്ന് വെച്ചാണ് ആദ്യം തന്നെ നമ്മൾ വേവിച്ചെടുത്തത്. നമ്മൾ കരിത്തൊലി കളയാതെ ആദ്യത്തെ ഒരു തൊലിയില്ല, വെള്ള കളർ, അത് മാത്രം കളഞ്ഞേച്ചിട്ട് വേവിച്ചെടുത്താണ്. കുറച്ച് വെള്ളം ഒഴിച്ച് എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കണം. അതായത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതൊന്ന് ഊറ്റി റെഡിയാക്കിയിട്ട് ഇപ്പം നമുക്ക് വരാം. അപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്ത് നമ്മുടെ ചക്കക്കുരു നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തരിതരിയായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടി നമുക്ക് ചെയ്യാനായിട്ട്. വെള്ളം ഇല്ലാതെ അരക്കണം. അതെ, ഒരുപാട് അങ്ങ് എന്താ പറയുന്നത് ഫൈനായിട്ട് അങ്ങ് പോവുകയും ചെയ്ത് അരഞ്ഞു പോകരുത്. ചെറുതായിട്ട് അത് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുണ്ടല്ലോ, നമ്മുടെ വേവിച്ചെടുത്ത ചക്കക്കുരു അത്യാവശ്യം തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചൂടാക്കി എടുത്തേക്ക് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു വേണം. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ്. സൺഫ്ലവർ ഓയിൽ, കുക്കിംഗ് ഓയിൽ. അപ്പൊ നമ്മൾ ഏതാ എടുക്കുന്ന വെച്ചാൽ ആ കുക്കിംഗ് ഓയിൽ എടുക്കാവേ. അപ്പൊ ഇനി നമുക്ക് ഒരു സ്വല്പം കടുക് പൊട്ടിക്കാവേ. കടുക് പൊട്ടിച്ചു കൊണ്ടുപോകാനായിട്ട് കടുക് റെഡി ആയിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായിരുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ കടുക് പൊട്ടി തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറ്റൽമുളക് കുറച്ചിട്ട് കൊടുക്കണേ. ഞാൻ തീ ഒന്ന് നിർത്തുവാണ്, കാരണം ഭയങ്കരമായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. മുറിച്ച് നമ്മുടെ വറ്റൽമുളക് കൊടുക്കുന്നത് ഇച്ചിരി ഒന്ന് മാറി ഇന്ന് വറ്റൽമുളക് ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ ഇനി നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഈ പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടുകയും ചെയ്യും. മറ്റേ വലിയ പീസായിട്ട് എടുക്കുമ്പോഴത്തേക്കാണ് ഇത് വഴന്ന് വരാനായിട്ട് കുറച്ച് താമസം വരുന്നത്. അപ്പൊ നമ്മൾ തീ കത്തിച്ചു കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ. ഈ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ടേസ്റ്റ്. കറിവേപ്പില നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാലേ അത് കിടന്ന് എത്ര നമ്മൾ കഴുകിയെടുത്ത് റെഡിയാക്കി നേരത്തെ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അംശമുള്ള ഇലക്കകത്തുള്ള വെള്ളത്തിന്റെ അംശം കൊണ്ടത് ഇങ്ങനെ ഉള്ളി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്വല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ താഴെ ഉള്ളൂ. നമുക്കൊരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. പക്ഷെ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, കാരണം നമ്മൾ 3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഹൈലൈറ്റ് നമുക്ക് കൂടുതൽ എരി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചക്കക്കുരുവിനും കൂടെ ആവശ്യമുള്ള ഉപ്പ് വേണം. നമ്മൾ ഇതിലൊന്നിനും ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. അതിന്റെ ആ പൊടിയുടെ ഒക്കെ ഉണ്ടല്ലോ, ഒരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ റെഡിയാക്കി വെച്ച സംഭവം നമുക്കത് ഇട്ടുകൊടുക്കാം. അപ്പൊ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇതിനകത്ത് കുറച്ചിട്ടുണ്ട് ഈ എന്താ പറയുന്നത്, കുറച്ച് തരിതരിയായിട്ട് അത് കിടന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി കടകടാന്നൊക്കെ കിടന്നാലും നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് അതൊരു രസമാണ്. നമ്മളത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോയാലേ, വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് അരഞ്ഞു പോയി വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അത് ഇച്ചിരി ജലാംശം വരും. അപ്പം നമ്മൾ ഒരുപാട് നേരം മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ അങ്ങ് അരഞ്ഞെടുക്കും. അപ്പം ആ ഒരു ഇത് വേണ്ട, പൊടിഞ്ഞ് കിട്ടിയാണ് നമുക്ക് നന്നായിട്ട് ഇളക്കി
ചേർത്തെടുക്കുക. അതെ. നമ്മുടെ അടുത്ത പരിപാടി നടക്കാം. അപ്പൊ ഇത് ഈ കട്ട കെട്ടി കിടക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി കുത്തി പൊട്ടിച്ച് പൊടിച്ചെടുക്കണം. കാര്യം നമ്മൾ മിക്സിയിലല്ല അരച്ചെടുത്തത്, അതുകൊണ്ടാണ് ആ ഇങ്ങനെ ഇരിക്കുന്നത്. കട്ട വരുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് റെഡിയാക്കി അപ്പോൾ വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഇത്. കാരണം ഈ ചക്കക്കുരു വേവിച്ചെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ബാക്കിയെല്ലാം വളരെ എന്താ പറയുക നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ചക്കക്കുരുവിന്റെ ഒത്തിരി തൊലി കളഞ്ഞ സമയം കളയൊന്നും വേണ്ട. അതിന്റെ ആ ബ്രൗൺ കളറിലുള്ള തൊലി ഉണ്ടല്ലോ, അത് കളയാതിരിക്കും. അത് ഇച്ചിരി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ അതിന്റെ പുറത്തുള്ള ആ ഒരു എന്താ പറയുക ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനമുണ്ട്, അത് മാത്രം പൊടിച്ച് കളഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉപ്പ് നോക്കാതെ, ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഒന്ന് നോക്കിയാട്ടെ ഉപ്പ്. ഉപ്പ് വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പ് ചേർക്കാതെ കാര്യം നമ്മളിത് വേവിച്ചപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ ചക്കക്കുരുവിന്റെ അകത്തോട്ട് ഉപ്പ് അധികം കയറിയിട്ടില്ല. അപ്പൊ നല്ല ടേസ്റ്റിലുള്ള ഒരു ചക്കക്കുരു വിഭവം റെഡി. അതെ, നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി അതിന്റെ കൂടെ ഇച്ചിരി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. നമ്മള് തേങ്ങ കൂടെ ചേർത്ത് ഇളക്കി അതെല്ലാം ഒന്ന് നല്ല ഇങ്ങനെ നൂർത്ത് ഇടത്തില്ലേ, വിടർത്തി അങ്ങനെ ഇടുക. അപ്പോൾ ഉണ്ടല്ലോ ആ ഒരു കൂടി വരുന്ന ആ ഒരു ഫീൽ വരത്തില്ല. നല്ല നൂർന്ന് കിടക്കുമ്പോൾ നല്ല. അപ്പൊ നമ്മുടെ ചക്കക്കുരുവിന്റെ പരിപാടി നമ്മൾ കഴിഞ്ഞു. അപ്പൊ എന്തായാലും കൊള്ളാം. ഇപ്പൊ നമ്മുടെ ചക്കയുടെ സീസൺ ആണല്ലോ. എന്തായാലും നമ്മുടെ വീട്ടില് പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചക്കക്കുരു ധാരാളം കാണും. അപ്പൊ എന്തായാലും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. അടിപൊളി സാധനമാണ്. അപ്പോൾ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറയുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ കുഞ്ഞു വീഡിയോകളൊക്കെ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതെ, അതൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റവ് ഒന്ന് നിർത്താവേ. നമ്മുടെ അതിനിടയ്ക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനോട് ഉപ്പ് നോക്കില്ല. കിടക്കാച്ച ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. അടിപൊളി ഒരു സംഭവമായിട്ട് നമുക്ക് നാളെ കാണാം. ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.